സൂര്യഗ്രഹണം. അതിനെന്താ ഒരു സാധാരണ സൂര്യഗ്രഹണമല്ലേ എന്ന് ചോദിക്കുന്നവരോട് വളരെ വിചിത്രമായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടു നോക്കാം. 1851 സൂര്യഗ്രഹണത്തിന് ഉറുമ്പുകൾ മരവിച്ച് ചലനമില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ചൂടിന്റെ കാര്യത്തിലും നല്ല രീതിയിൽ സൂര്യഗ്രഹണത്തിന് പങ്കുണ്ട്. സോളാർ റേഡിയേഷൻ ഗ്രഹണ സമയത്ത് അപ്പർ അറ്റ്മോസ്ഫിയറിന്റെ താപനിലയിൽ കുറഞ്ഞ് ഭൂമിയിൽ തണുത്ത അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. പൂർണ്ണ സൂര്യഗ്രഹണം വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നതുകൊണ്ടും ഭൂമിയിലെ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രം കാണാൻ സാധിക്കുന്നതുകൊണ്ടും എല്ലാവരും കൗതുകത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. മനുഷ്യരിൽ ഗ്രഹണം എങ്ങനെ ബാധിക്കും നമുക്ക് നോക്കാം. സൂര്യഗ്രഹണത്തിന് മനുഷ്യരിലുള്ള ഇമ്പാക്റ്റ് ഇൻഡയറക്റ്റ് ആയോ കുറവോ ആയിരിക്കും. ഇതാണ് ആ ചില കാര്യങ്ങൾ. സൂര്യഗ്രഹണത്തിന് ശാരീരികമായും മാനസികമായും മനുഷ്യരിൽ ആരോഗ്യത്തെ ബാധിക്കാം. സൂര്യഗ്രഹണ സമയത്ത് ഐ പ്രൊട്ടക്ഷൻ ഇല്ലാതെ നോക്കിയാൽ കണ്ണിൻ്റെ റെക്ടീന ഡാമേജ് ആവുകയും പൂർണ്ണമായ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് എല്ലാവരും അറിയുന്നതാണല്ലോ അല്ലേ? സൂര്യഗ്രഹണം പലരിലും ആങ്സൈറ്റിയും സ്ട്രെസ്സും ഉണ്ടാക്കും. പലതിൻ്റെയും തുടക്കം കൾച്ചർ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെയാണ്. സൂര്യഗ്രഹണത്തിന് പലരുടെയും ഉറക്കം കളയാൻ സാധിക്കും. നാച്ചുറൽ ലൈറ്റിൽ പലരും സെൻസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പകലും രാത്രിയുമാവുന്നത് ആളുകളുടെ മനസ്സിനെ കൺഫ്യൂഷൻ ആക്കും. അതുപോലെ തന്നെ ഉറുമ്പിൻ്റെ ഉദാഹരണം എടുത്തതുപോലെ വെളിച്ചത്തിൻ്റെ അഭാവം മൃഗങ്ങളിലും ബാധിക്കും. കൺഫ്യൂഷൻ, ഭയം എന്നിങ്ങനെ അവരിലും കാണാൻ സാധിക്കും. ഗ്രഹണത്തിനെ ചുറ്റിപ്പറ്റിയുള്ള അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും നമുക്ക് ഒരുപാട് കാണാം. സൂര്യഗ്രഹണം പലരെയും ഫിസിക്കലിയും സൈക്കോളജിക്കലിയും എഫക്റ്റ് ചെയ്യും. അതിൻ്റെ ഹ്യൂമൻ ഹെൽത്തിലുള്ള ഇമ്പാക്റ്റ് കുറവോ നേരിട്ടോ അല്ലാതെയോ ആയിരിക്കും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.